ഹലോ, എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യുന്നത്. അപ്പം എൻ്റെ കംപ്ലീറ്റ് ഡേ ഞാൻ കാണിക്കുന്നില്ല, കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിപ്പം 9th ഒന്ന് സ്റ്റാർട്ടാവാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. 8ാം മാസം ഏകദേശം കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. എത്രത്തോളം പോകും അത്രത്തോളം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ എന്തൊരു നേരം വൈകിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കാറുള്ളത്. ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഇപ്പം ഞാൻ നേരം വൈകിട്ട് എഴുന്നേൽക്കാറുള്ളൂ. എഴുന്നേറ്റുണ്ടെങ്കിൽ ആദ്യമായാലും ഇപ്പോഴായാലും വേഗം പോയി പല്ല് തേക്കും കേട്ടോ. അതെനിക്ക് നിർബന്ധമാണ്. പക്ഷേ ഇപ്പം പല്ല് തേക്കുക അറിയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ആ ഒരു ഛർദ്ദിക്കുക ആ ഒരു പ്രശ്നമുള്ളതിനെ കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആട്ടോ അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് ബ്രഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, വേഗം ബ്രഷ് ചെയ്തിട്ട് ചാരുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്, ഏട്ടന് പോകാണ്ട്. പക്ഷേ എനിക്കിപ്പം അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. ഞാൻ അധികം ഒന്നും ശ്രദ്ധ കൊടുക്കാറില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ കാര്യങ്ങൾ തന്നെ ഞാൻ എങ്ങനെയോ കൊണ്ടുപോകുന്നതുകൊണ്ട് അവരെന്നെ അവരുടെ കാര്യങ്ങൾ അങ്ങ് ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേഗം ബ്രഷ് ചെയ്തിട്ട് ചാരുട്ടിനെ റെഡിയാക്കണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. എന്നത്തെയും പോലെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ പോകും. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റൂമാകെ ഇങ്ങനെ അലങ്കോലമായി കിടക്കും. ഇപ്പോൾ ഒരുപാട് തലയണ വേണം കേട്ടോ കിടക്കണമെങ്കിൽ. നമുക്ക് പ്രഗ്നൻസി പില്ലുണ്ട്, പക്ഷേ എനിക്ക് അത്ര ചില സമയം അത് ഒഴിവാക്കും. ഇപ്പോൾ ചാരുട്ടിയാണ് അതിൻ്റെ അകത്ത് കിടക്കാറുള്ളത്. അപ്പോൾ ഒരു ബെഡ് നിറയെ അതായിരിക്കും. ഞാനെന്തോ എനിക്കിങ്ങനെ തലയണ വെച്ച് കിടക്കുന്ന കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നുന്നത്. അപ്പോൾ ഞാനൊരു 3-4 തലയണ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റാൽ വേഗം ബെഡ് ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. ചില ദിവസം ഞാനിങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വന്ന് എന്തായിട്ടും രാവിലെ ക്ലീൻ ആക്കിയിടും. എന്നാലേ നമുക്ക് പിന്നെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു 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 എനർജി വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല. എനിക്ക് എവിടെയും പോകാനില്ല. ഇനിയിപ്പം രാവിലെ തന്നെ കുളിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. കുറച്ച് കഴിയും കുളിക്കാനൊക്കെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതിയെ ഇരുന്ന് ടാബ്ലറ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നിട്ടൊക്കെ കുളിക്കാറുള്ളൂ. അപ്പോൾ റൂമിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇന്ന് നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു. എന്തായിട്ടും മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, ചൂട് നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകം ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത പറമ്പിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടില്ല. അത് അണ്ണാനും കിളികൾക്കൊക്കെ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് വാരി കെട്ടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ എൻ്റെ മുടി ഒട്ടും കൊഴിയുന്നില്ല കേട്ടോ. അതെനിക്ക് എന്താ അറിയില്ല, ചാരുട്ടീനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നന്നായിട്ട് ഊരിപ്പോവായിരുന്നു. ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഊരിപ്പോവായിരുന്നു. ഇപ്പോൾ ഒരു ഏഴൊക്കെ ഇങ്ങനെ 1-2 ഏഴ അങ്ങനെ മുടി വന്നാലായി. തീരെ അങ്ങനെ വരാറില്ല കേട്ടോ. അതേപോലെ ഫേസും നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതൊക്കെ എന്തോ എനിക്കറിയില്ല, എന്താ നമ്മൾ കുടിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ ഇതുകൊണ്ടോ ഹോർമോൺ ചേഞ്ച് കൊണ്ടോ എന്തുകൊണ്ടോ ആയിരിക്കാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി വെക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ എണ്ണ തേച്ചിടും, ചില ദിവസം ഒന്നും ചെയ്യില്ല. അതൊക്കെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് നേരെ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഒറ്റ മേനേനെ കണ്ടു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വിശ്വാസം ഉണ്ടോ? ഒറ്റ മേനേനെ കണ്ടാൽ ഭയങ്കര വിഷമമായിരിക്കുന്നു. എനിക്കങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞ് എനിക്കിപ്പോൾ ഒറ്റമേനേനെ കണ്ടാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. രണ്ടാമതിനെ തേടി ഞാൻ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ അടുക്കളയിലേക്ക് വന്ന് വേഗം വെള്ളം കുടിക്കുക കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അത് ചിലപ്പം കുടിച്ച് അപ്പം തന്നെ ഛർദ്ദിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൽക്കും. ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കാര്യം കേട്ടോ. പിന്നെ ചാരുട്ടി വേഗം ഒറ്റയ്ക്ക് പോയിട്ട് കുളിക്കും കേട്ടോ. ഇന്ന് തല കുളിച്ചിട്ടില്ല, മേല് കഴുകിയതാണ്. അവൾ തന്നെ കുളിച്ച് അവൾ തന്നെ യൂണിഫോമൊക്കെ ഇട്ടോളും. പിന്നെ മുടി കെട്ടിക്കൊടുക്കുക അത് ഞാൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അവൾക്ക് അറിയില്ല. അവൾ ചെയ്യും, പക്ഷേ അത് നീറ്റാവില്ല. സ്കൂളിലേക്ക് പോകുന്നതിനെ കൊണ്ട് തന്നെ അത് ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കാറില്ല. ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അതൊന്നും എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ഞാനൊന്നും അവൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയും കേട്ടോ, ഇനി കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, അമ്മ വാവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മോളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരും. ഇപ്പം പഠിക്കുന്ന കാര്യമായാലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അവളെന്തോ ചെയ്യുന്ന അവൾ തന്നെ അങ്ങനെ ചെയ്തു പോകും കേട്ടോ. ഇനിയിപ്പോൾ എക്സാമും കൂടിയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും ശ്രദ്ധ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ അച്ഛനും മോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏട്ടൻ പോകുന്ന വഴിക്ക് ആളെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. സാധാരണ ഇടയ്ക്ക് ഞാൻ കൊണ്ടാക്കാറുണ്ട്, എനിക്ക് നടക്കാൻ തോന്നുന്ന ദിവസങ്ങളിൽ. ഇപ്പോൾ എനിക്ക് വയ്യ, അങ്ങനെ നടക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. നടക്കുമ്പോഴത്തേക്ക് ഇന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്.
ചില ദിവസം രാവിലെ ഇങ്ങനെ കൊലായിൽ വന്നിരുന്നിട്ട് വെയിൽ കൊള്ളും കേട്ടോ. എല്ലാ ദിവസവും ഞാൻ വെയിൽ കൊള്ളാറില്ല, എൻ്റെ മൂഡ് പോലെയാണ്. ഇപ്പം നല്ലൊരു ഇളം വെയിലുണ്ട്, അത്ര ചൂടില്ലാത്ത. അപ്പം ഞാൻ അവർ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ കൊലായിൽ വന്ന് വെയിൽ കൊണ്ടു. അപ്പോൾ അവൾ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എനിക്ക് ശരിക്കും അവളങ്ങനെ മിസ് ചെയ്യും കേട്ടോ. ചില സമയമല്ല, എപ്പോഴും മിസ്സിങ് ആണ് അവൾ പോയാൽ. അപ്പം ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക സങ്കടമാണ് അവൾ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അച്ഛനും മോളും പോയി, ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് അവരെ CF ഒക്കെ ചെയ്ത് ഞാൻ നേരെ അകത്തേക്ക് പോകും കേട്ടോ. അവർ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ. TV ഇട്ടിട്ട് കുറച്ച് നേരം TV കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ് കേട്ടോ. ബ്രെഡും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ കഴിച്ചതാണ് കേട്ടോ. 2 കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അപ്പം തന്നെ ഛർദ്ദിച്ച് പോയിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ അത് കഴിച്ച് ഞാൻ നേരെ പോയിട്ട് കുളിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചു കേട്ടോ. കുളിച്ച് പിന്നെ കുറച്ച് നേരം കോലായിൽ ഇങ്ങനെ വന്നിരിക്കും. ഒറ്റയ്ക്കാകുമ്പോൾ അകത്തുനിന്ന് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബോറാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കോലായിൽ വന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കും. അങ്ങനെ എൻ്റെ ടൈം ഇങ്ങനെ പോകും. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എന്തെങ്കിലുമായിട്ട് എടുക്കും, ഫോണിൽ നോക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഴക്കാറ് കണ്ടപ്പം വേഗം വീഡിയോ എടുത്താണ്. ഭയങ്കര രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.